നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 8, 2026 വ്യാഴം. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിന് ഇന്ന് അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. മാത്രവുമല്ല, കഴിഞ്ഞ വർഷത്തെ അവസാന ട്രേഡിംഗ് സെഷനായിരുന്ന ജനുവരി 31, അതായത് കഴിഞ്ഞ ബുധനാഴ്ച, നിഫ്റ്റിക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്ന് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. പിന്നീട് ഇന്നിതുവരെ 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയും ഉണ്ടായില്ല. ഈ ലെവലിന് മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. എന്നാൽ ഇന്ന് നിഫ്റ്റിക്ക് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലുള്ള ഇരിപ്പ് നഷ്ടപ്പെടുകയുണ്ടായി. തൽഫലമായി ഇന്ന് തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ അതിശക്തമായ നഷ്ടത്തിലേക്ക് തള്ളിവിടാൻ ഉണ്ടായതെന്നും മാത്രമല്ല, യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യ ഉൾപ്പെടെ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിലിന്റെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ 500% വ്യാപാര നികുതി ഈടാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസീസിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. മാത്രവുമല്ല, 26,133 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നിഫ്റ്റിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് മാർക്കറ്റിലുണ്ടായ അതിശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMAയും ബ്രേക്ക് ചെയ്തുകൊണ്ട് 25,858 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി 263 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,876 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 780 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് വീണ്ടും 60,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഇൻട്രാഡേ ബേസിസിൽ മറികടക്കുവാൻ സാധിച്ചെങ്കിലും നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് 304 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 59,686 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ എല്ലാ മേഖലകൾക്കും ഇന്ന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, PSU ബാങ്ക്, ക്യാപിറ്റൽ ഗൂഡ്സ് തുടങ്ങിയ മേഖലകൾക്ക് 2% മുതൽ 3% ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് നിഫ്റ്റിയിലെ ബിഗസ്റ്റ് ലൂസേഴ്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ONGC, ജിയോ ഫൈനാൻഷ്യൽ, വിപ്രോ, ടെക് മഹേന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. അതേസമയം ICIC ബാങ്ക്, ഇറ്റേണൽ, SBI ലൈഫ് ഇൻഷുറൻസ്, ഭാരത് ഇലക്ട്രോണിക്സ്, അദാനി പോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ബോർഡർ മാർക്കറ്റ്സിലും ഇന്ന് അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 2% നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. അമേരിക്കൻ ഡോളറിനെതിരെ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലെ നേട്ടത്തിന് ശേഷം ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് ഗ്രിപ്പ് നഷ്ടപ്പെടുകയുണ്ടായി. ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 14 പൈസയുടെ നഷ്ടത്തോടുകൂടി 90 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് 90.02 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തതിനു ശേഷം 3 മാസത്തെ ലോക്ക് ഇൻ കാലാവധി കഴിഞ്ഞതിന് ശേഷം LG ഇലക്ട്രോണിക്സ് ഓഹരികൾ 4% ഇടിവ് ഇന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. തൽഫലമായി സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തതിനു ശേഷം മൊത്തം 18% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. സർക്കാർ കരാറുകൾക്കായി ലേലം വിളിക്കുന്ന ചൈനീസ് കമ്പനികൾക്കുള്ള നിയന്ത്രണങ്ങൾ ഇന്ത്യ ലഘൂകരിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് പുറത്തു വന്നതോടെ BHEL സ്റ്റോക്കില് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 10% ഇടിവും അനുഭവപ്പെടുകയുണ്ടായി. ഗോകുൽദാസ് എക്സ്പോർട്സ്, ആവന്തി ഫീഡ്സ് തുടങ്ങിയ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾക്ക് യുഎസിന്റെ ഭാഗത്ത് നിന്നും അധിക താരിഫ് ഭീഷണിയെ തുടർന്ന് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 13% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ വരെ ഈ ഫിസിക്കൽ ഇയറിൽ 5 ട്രേഡിംഗ് സെഷനുകൾ ഇന്ത്യൻ മാർക്കറ്റ് പൂർത്തിയാക്കുകയുണ്ടായി. ഈ 5 ട്രേഡിംഗ് സെഷനിലും ആകെ ഒരു ട്രേഡിംഗ് സെഷൻ ഒഴികെ, അതായത് ജനുവരി 2 തീയതി ഒഴികെ ബാക്കി എല്ലാ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. ആദ്യ ട്രേഡിംഗ് സെക്ഷനിൽ വലിയ എമൗണ്ടിന് സെൽ ചെയ്തെങ്കിൽ കൂടിയിട്ടും ഏകദേശം 3,200 കോടി രൂപയ്ക്ക് മുകളിൽ, തുടർന്ന് 2 തീയതി 289 കോടി രൂപയ്ക്ക് ബൈയിങ്ങും നടത്തുകയുണ്ടായി. പിന്നീട് തുടർന്നുള്ള 2 ട്രേഡിംഗ് സെഷനുകളിൽ നേരിയ തുകയ്ക്ക് മാത്രമേ അവർ സെല്ലിംഗ് തുടരുകയുണ്ടായുള്ളൂ. എന്നാൽ ഇന്നലെ വീണ്ടും 1,500 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിന്റെ നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ വീണ്ടും ഇടിക്കുവാൻ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഈ ഒരു ആക്ഷന് കൊണ്ട് കാരണമായി മാറുക തന്നെയുണ്ടായി. ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ ട്രേഡേഴ്സ് പൊസിഷനുകൾ പിൻവലിക്കുകയോ റോൾ ഓവർ ചെയ്യുകയോ ചെയ്യുന്നതിനാൽ തന്നെ ഇന്ന് ഉയർന്ന ട്രേഡിംഗ് വോളിയങ്ങൾക്കും വിപണിയിൽ ചാഞ്ചാട്ടത്തിനും ഇടയാക്കിയതും നമ്മുടെ മാർക്കറ്റിനെ ദോഷകരമായി തന്നെ ബാധിച്ചു. ഇന്ന് രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ്
ക്രൂഡ് ഓയിലിന്റെയൊക്കെ വിലയിൽ 1% ഇടിവായിരുന്നു ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം അനുഭവപ്പെടുകയുണ്ടായത്. എന്നാൽ വീണ്ടും ഇന്ന് കൊമോഡിറ്റി മാർക്കറ്റിന് തീപിടിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയൊക്കെ വിലയിൽ 1% ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിലുണ്ടായ അതിശക്തമായ ഉയർച്ചയും കൂടാതെ തുടർച്ചയായ 2 ട്രേഡിംഗ് സെഷനുകൾക്ക് നേട്ടങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവ് നേരിടേണ്ടി വന്നതും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിനെ ഭീകരമായ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യുഎസിൽ നിന്നും വന്ന 500% താരിഫ് ഭീഷണി തന്നെയാണ്. അതായത് യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനപ്രകാരം റഷ്യയിൽ നിന്നും നിലവിൽ എണ്ണ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ സ്ട്രെയിറ്റ് ആയിട്ട് 500% വ്യാപാര നികുതി ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇങ്ങനെയൊരു നടപടിക്കായിട്ട് യുഎസ് ഒരുങ്ങുന്നത് റഷ്യ ഉക്രൈന് മുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമം നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം റഷ്യ നിലവിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വിറ്റഴിച്ചുകൊണ്ട് തന്നെ വരുമാനം നേടി ഈ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈനെതിരെ ആക്രമണം തുടരുന്നു എന്നുള്ള ആരോപണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ 500% താരിഫ് റഷ്യയുമായി ബന്ധപ്പെട്ട് എണ്ണ വ്യാപാരം ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരായിട്ട് ചുമത്തുകയാണെങ്കിൽ ഈ ഒരു നടപടി റഷ്യയ്ക്ക് മുകളിൽ ഉക്രൈന് മുകളിലുള്ള യുദ്ധം നിർത്തുവാനായിട്ടുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നുള്ള കാഴ്ചപ്പാടാണ് യുഎസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും വരികയുമുണ്ടായത്. മാത്രവുമല്ല ട്രംപ് അനുമതി നൽകിയ 500% വ്യാപാര നികുതിയുടെ നിയമനിർമ്മാണം അടുത്ത ആഴ്ച ആദ്യം തന്നെ ഉഭയകക്ഷി വോട്ടിനായിട്ട് പരിഗണിക്കും എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരികയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമനിർമ്മാണം പാസ്സായെങ്കിൽ മാത്രമേ 500% താരിഫ് യുഎസിന് റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുവാനുമാവുകയുള്ളൂ. അങ്ങനെ ഒരു നിയമം പാസ്സാവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ക്ഷീണമേൽപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെയായിരിക്കും. തൽഫലമായി ഉടലെടുത്ത ട്രേഡ് ഡീൽ കൺസേൺസ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ മാരകമായ ഒരു നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. യുഎസിന്റെ ഭാഗത്ത് നിന്നും വന്ന 500% താരിഫ് ഭീഷണിയെ തുടർന്ന് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും സെന്റിമെന്റ്സ് നെഗറ്റീവായിട്ട് തന്നെ മാറുകയുണ്ടായി. ഒട്ടുമിക്ക ഗ്ലോബൽ മാർക്കറ്റുകളും തൽഫലമായി നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടരുന്നതും മാത്രമല്ല അവസാനിപ്പിക്കുകയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ ഇടിവിനെ വീണ്ടും ത്വരിതഗതിയിലേക്ക് തള്ളിവിടുക തന്നെയുണ്ടായി. ഇതിനെല്ലാം പുറമെ സിംഗിൾ ഡേ കൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ വിക്സിൽ 9% ഇൻട്രാഡേ ബേസിസിൽ ഉയർച്ച രേഖപ്പെടുത്തുകയുമുണ്ടായി. മാത്രവുമല്ല അൾട്രാ ലോ ആയിട്ട് നിലനിന്നിരുന്ന ഇന്ത്യ വിക്സ് ഇന്ന് 10.99 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. എങ്കിലും ക്ലോസിംഗ് ബേസിസിലും 6.53% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 10.60 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ അതിശക്തമായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിന് ദോഷകരമായി തന്നെ മാറുക തന്നെ ഉണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 95 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 0.5%-അടുത്തും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് 0.5%-അടുത്ത് നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് കൊറിയൻ മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും ചൈനീസ് മാർക്കറ്റിന് കാര്യമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായില്ല. നേരിയ നഷ്ടം മാത്രമേ നേരിടേണ്ടതായിട്ടും വരികയുണ്ടായുള്ളൂ. 0.07%. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വില $60.48 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $56.52 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 0.25% ഇടിവാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും $4,425.92 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടരുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. GR ഇൻഫ്രാ പ്രോജക്ട്സ് ലിമിറ്റഡ് 13.9 കിലോമീറ്റർ ദൈർഘ്യമുള്ള നാഷണൽ ഹൈവേ പദ്ധതി താൽക്കാലിക പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുണ്ടായി. ചെംബോണ്ട് മെറ്റീരിയൽ ടെക്നോളജീസ് ജനുവരി 16 കമ്പനിയുടെ Q3 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കും. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് IT ഇൻഫ്രയ്ക്ക് 102 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി.
ഷൈൻ ഫാഷൻ ഇന്ത്യ SKS ടെക്സ്റ്റൈൽസ് ലിമിറ്റഡിന്റെ ഏറ്റെടുക്കലിന് ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. സഞ്ജീൻ ഇന്റർനാഷണൽ കമ്പനിയുടെ Q3 റിസൾട്ടുകൾ ജനുവരി 22 പ്രസിദ്ധീകരിക്കും. ടോറന്റ് ഫാർമ $1.4 ബില്യൺ മെഗാ അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങിനായി ബോണ്ട് വിൽപ്പനയ്ക്ക് കമ്പനി തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. താൽടെക് 30 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ജനുവരി 16, 2026 ആണ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് കമ്പനി പ്രഖ്യാപിക്കുകയും ഉണ്ടായത്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.